അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ദീനീ രംഗത്ത്, വൈജ്ഞാനിക ആത്മീയ രംഗത്ത് സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട PSK ഉസ്താദ്, കേരളത്തിൻ്റെ അകത്തും പുറത്തും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരെയും ആലിമുകളെയും വാർത്തെടുക്കുകയും ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതുകയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ദഅവത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിക്കുകയും കേരളത്തിലെ ആദ്യത്തെ ദഅവ കോളേജ് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരുപാട് ദീനി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട PSK മെയ്തു ബാക്കവിക്ക് ഈ മഹത്തായ സദസ്സിൽ വെച്ച് ഈ നാട് ഒരു ആദരവ് നൽകുകയാണ്. ആ കർമ്മം ഇപ്പോൾ നടക്കുകയാണ്. يا أستاذ الفوز نظاما يا من طلب خير الكرما يا ملجأنا أستاذا نلت العظماء شيخنا محي الدين الباقوي قادنا دين الله يا أستاذ الفوز نظاما يا من طلب خير الكرما يا ملجأنا أستاذا نلت العظماء شيخنا محي الدين الباقوي قادنا دين الله يا من عقد مجالس ذكر يا من صار صاحب فكر يا من له عز بصحبة خير رجال حظا وفقت بصحبة شيخنا قلم الدين. സഹോദരന്മാരെ, ആദ്യമായി കിഴക്കേ മൊഹീദ്ദീൻ ജുമാ മസ്ജിദിൽ മഹല്ല് ജുമാ മസ്ജിദിലെത്തിയ ബഹുമാന്യരായ ജില്ലാ സംയുക്ത ഖാദിയും മഅ്ദിൻ സ്ഥാപനങ്ങളുടെ ചെയർമാൻ കൂടിയായ ബഹുമാന്യരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ, ബഹുമാന്യരായ മാടവന ഉസ്താദിനെ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സമസ്ത കേന്ദ്ര മുഷാവറംഗം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി, കോടമ്പുഴ ദാറുൽ മആരിഫ് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് ബഹുമാന്യരായ മാടവന PSK മൊയ്തു ബാക്കവി ഉസ്താദിനെ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ. ഞാനതിനെ നിന്ദിച്ച് പറഞ്ഞാൽ അതൊരു മോശമായി. തങ്ങളെ കൈകൊണ്ടൊരു ബർക്കത്ത് എന്നത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എന്നോടിത് പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പരിപാടി രഹസ്യത്തിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാനിതറിയില്ല. ഒരു പരിപാടിയുടെ സംഘാടകനാണ് ഞാനിതിന് രാപ്പകലില്ലാതെ ഓടി നടക്കണേ. എന്നല്ലല്ലോ നിങ്ങൾ ആദരിക്കേണ്ടത്. നമ്മൾ ആദരവിന് വേണ്ടിയല്ലല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ആളുകളൊക്കെ എന്താ വിചാരിക്കുക, മൂപ്പരവിടെ പരിപാടി സംഘടിപ്പിച്ച് മൂപ്പര് കുപ്പായം മേടിച്ചിട്ട് മൂപ്പരിൻ്റെ ആളെ വലിയ ആളായി. ഞാനതറിയില്ല. ഈ കുട്ടികളിത് ഒരുക്കിയത് ഞാൻ അറിയില്ല. ഈ ഇവിടെ വന്ന് എൻ്റെ പിന്നെ നിങ്ങൾ തോണ്ടുമ്പോഴാണ് അറിയണത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അവരെ സ്വീകരിക്കാൻ ഞാൻ അവരെ മാനം കെടുത്തലായി. തങ്ങളെ കൈകൊണ്ട് കിട്ടുന്നൊരു ബഹുമാനവും ബർക്കത്തും സ്വീകരിക്കാതെ ധിക്കാരം കാണിക്കലാകും എന്ന് വിചാരിച്ച് സ്വീകരിച്ചതാണ് എന്ന് പ്രത്യേകം എല്ലാവരെയും അറിയിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് മൂപ്പര് വലിയ ആളാകാമെന്ന് നോക്കിയതാണെന്ന് ആരും പറഞ്ഞു പോകണ്ട, ചിന്തിച്ചു പോകണ്ട. ബഹുമാനപ്പെട്ട തങ്ങൾ ഈ സഭ ഏൽപ്പിച്ചുകൊണ്ട് തങ്ങൾ ചെറിയ ഒരു നസീഹത്തോടുകൂടി നമുക്ക് ദുആർന്ന് തരും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തൃശ്ശൂർ ജില്ല സാരഥിയും വെല്ലൂർ ബാക്കിയാത്തുസ് സ്വാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടെ ഏകദേശം 43 വർഷം മുമ്പ് ഫസ്റ്റ് റാങ്കോടെ വിജയിച്ച് അൽഹംദുലില്ലാ അന്ന് തൊട്ട് ഇന്ന് വരെ ധാരാളം മുഹ്റവിയ ഉലമാക്കളെ വാർത്തെടുത്ത് ധാരാളം മുഹ്റവിയ ഉലമാക്കളാകുന്ന ഇർഫാനികൾ പഠിക്കുന്ന ദാറുൽ മആരിഫിൻ്റെ പ്രിൻസിപ്പാളായി സേവനം ചെയ്യുന്ന നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ പ്രിയപ്പെട്ട PSK മൊയ്തു ബാക്കവി ഉസ്താദ്, ഈ ആദരവ് PSK ഉസ്താദ് അറിയില്ല. എന്നോട് വന്നപ്പോൾ സംഘാടകർ സ്വകാര്യമായിട്ട് പറഞ്ഞു. ഞാനത് PSK ഉസ്താദ് അറിയാതെ കൈകാര്യം ചെയ്യണം ഉദ്ദേശിച്ചായിരുന്നു. ഇപ്പോൾ PSK ഉസ്താദ് പറഞ്ഞത് ശരിയാണ്. PSK ഉസ്താദ് അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ
അത് ആഗ്രഹിച്ചിട്ടില്ല എന്നൊരു ഉറപ്പാണ്. പിന്നെ സംഘാടകർക്ക് ഇതുപോലെ ഇത് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേറെ കഴിയുമില്ലല്ലോ. അപ്പോൾ പിന്നെ ചെയ്യാനുള്ള സംഘാടകർക്ക് ഇതൊക്കെ തന്നെയാണ്. മോഹനരായ ഉസ്താദ് അവരോട് പ്രവർത്തകരോട് ഒരു വിഷമം ധരിക്കരുത്. അവരവരുടെ ബാധ്യതയാണ്. ഈ ജലാലിയ റാത്തീബ് 15 കൊല്ലമായി അൽഹംദുലില്ലാ വളരെ ഭംഗിയായി നടന്നു വരുന്നു. ധാരാളം സ്തുത്യർഹങ്ങളായ സേവനങ്ങൾ, പലിശരഹിത സഹായങ്ങളും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാധനം കാർഡുകളും പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വരുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിസ്വാർത്ഥ സേവനങ്ങളിലൂടെ ആ ജനങ്ങൾ ആകർഷിക്കുന്ന വളരെ ലളിതവും പഠനാർഹമായ ക്ലാസ്സുകളിലൂടെ ലക്ഷങ്ങൾക്ക് ഹജ്ജിൻ്റെ ക്ലാസ് മറ്റ് പലതും ചെയ്തു കൊടുക്കുന്ന PSK ഉസ്താദ് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്, ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്.